ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറച്ച് ചുണ്ടയ്ക്ക ഇട്ട് കേട്ടോ തോരൻ വയ്ക്കാം. നമുക്കത് ചുണ്ടയ്ക്ക തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുണ്ടയ്ക്ക തോരൻ ഇങ്ങനെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, വൃത്തിയാക്കി എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അമ്മ വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും ഞാൻ അങ്ങ് വാങ്ങിച്ചമ്മ ഞാൻ ഇറുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു. പണ്ട് നമ്മൾ വീട്ടിൽ ഇതിൻ്റെ ചെടി ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരം ചെയ്യുമായിരുന്നു, ചുണ്ടയ്ക്ക തോരൻ വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷമായി ഇത് തോരനൊക്കെ വച്ചിട്ടും. ചുണ്ടയ്ക്ക കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് എൻ്റെ നിന്ന് കുഞ്ചൂസ് വന്നിട്ട് പറഞ്ഞ് ഞാൻ ചതച്ചതിൻ്റെ ഇതെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ചൂസ് എൻ്റെ നിന്ന് വാങ്ങിച്ച്. ഇത് ആദ്യം തല്ലുമ്പോഴേക്കും നല്ല വെള്ള കളറിലിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു കറുത്ത കളറിലാവും. അപ്പോൾ പുറത്ത് മഴയുണ്ട്, നമ്മൾ പിന്നെ കറണ്ടില്ല, 2 ദിവസമായിട്ട് കറണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം വെളിയിൽ കൊണ്ടുവച്ചാണ് അരിഞ്ഞ് ചതച്ചൊക്കെ എടുക്കുന്ന, വെളിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുഞ്ചൂസ് വന്നിട്ട് കുഞ്ചൂസ് ആണ് ചതച്ച് തരുന്നത്. കുഞ്ചൂസിന് ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കുഞ്ചൂസ് അത് ഹാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അയ്യോ വേണ്ടമ്മ, അയ്യോ പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവാറാണ് പതിവ്. പക്ഷേ ഇതെന്തോ ഇഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് മൊത്തം അവൻ തന്നെ ചതച്ച് തന്നു. ഇതിങ്ങനെ ചതയ്ക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അവനിങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്. അങ്ങനെ ഫുൾ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, മൊത്തം ചതച്ചെടുത്ത്. ഇനി നമുക്കിതിനെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിൻ്റെ അരി മൊത്തം പോകുന്നത് വരെ കഴുകിയെടുക്കണം. അരി ഇടുന്ന ചിലപ്പോൾ കവർപ്പുണ്ടാകും, അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടൊരു 3-4 വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല ഞെവിടി പിഴിഞ്ഞെടുക്കുമ്പോഴത്തേനും അതിൻ്റെ അരിയൊക്കെ അങ്ങ് പോവും. അത് മൊത്തം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതിനാവശ്യത്തിനുള്ള ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയിൽ നോക്കുമ്പോൾ ഒരു ചേമ്പ് കിടക്കുന്നത്, അത് ഞാൻ ഉള്ളി എടുത്ത കൂട്ടത്തിൽ കൂടെ വന്നതാണ്. ഇതെല്ലാം ചേമ്പ് ചേർക്കില്ല, ചേമ്പില്ല. ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ചുണ്ടയ്ക്കയും ഉള്ളിയും കൂടെ ഒരുമിച്ച് തന്നെയാണ് വേവിക്കുന്നത്, കാരണം രണ്ടും വേവുള്ളതാണല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കടുക് വറുത്തിട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ സാധാരണ തോരത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് കടുക് വറുക്കുന്നത്. അപ്പോൾ നമുക്ക് കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ചാൽ ഇത് വേവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാൽ അതിൽ കിടന്നേ വേവുള്ളൂ. കുറച്ച് വേവുള്ളതാണല്ലോ, അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചിടുക. അപ്പോൾ ഈ ഇത് വേവുന്ന സമയത്തിന് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതും തോരത്തിൻ്റെ അരപ്പ് തന്നെയാണ്, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില. ഇത് നമ്മൾ കറണ്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്കിതെല്ലാം കൂടി ഇട്ടൊന്ന് കുഴച്ചെടുക്കാം, അതാണ് എളുപ്പം. അപ്പോൾ നോക്കിയപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അരപ്പ് ഒന്ന് അനക്കാനായിട്ട് വയ്ക്കാം. അരപ്പ് അനന്നപ്പോഴത്തേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്.